ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലെ ധാരാളം പരീക്ഷണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതിലേക്ക് പലതും പുതിയതും പഴയതുമായിട്ടൊക്കെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേനൽമഴ വർഷിക്കപ്പെടാതിരിക്കുകയും കഠിനമായ ചൂട് വരികയും വരൾച്ചയിലേക്കും തീച്ചൂട് മൂലമുള്ള മരണത്തിലേക്കുമൊക്കെ മലയാളി സമൂഹം കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെ സൂക്ഷ്മമായി നമ്മൾ വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിക്കാനിരിക്കുന്ന പാപങ്ങളെ സംബന്ധിച്ച്, കുറ്റങ്ങളെ സംബന്ധിച്ച്, ഗുരുതരമായ വീഴ്ചകളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബയും ഇസ്തിഗ്ഫാറുമൊക്കെ നിർവഹിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടെ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പല സന്ദർഭത്തിലും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ കേരളത്തിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് ജലസമൃദ്ധിയാണ്. വെള്ളത്തിൻ്റെ നല്ല ലഭ്യതയാണ്. ചിലയിടത്ത് ഇഷ്ടം പോലെ വെള്ളമാണെങ്കിൽ ചിലയിടത്ത് ഒട്ടും വെള്ളമില്ലാത്ത, ഒരു കുടം വെള്ളത്തിന് വേണ്ടിയൊക്കെ 5 കിലോമീറ്ററും 8 കിലോമീറ്ററും ഒക്കെ വീട്ടിലെ സ്ത്രീകൾ പുരുഷന്മാരുമൊക്കെ സഞ്ചരിക്കേണ്ട ഗ്രാമങ്ങളും പട്ടണങ്ങളും നഗരങ്ങളുമൊക്കെ ലോകത്തുടനീളമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ കേരളത്തിന് കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ നല്ല കാലാവസ്ഥ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ട മലനിരകളും അതിൽ നിന്ന് ധാരാളം പുഴകളും അറബിക്കടലിലേക്ക് ഒഴുകിക്കൊണ്ട് സമൃദ്ധമായ വെള്ളത്തിൻ്റെ നിറവ് അനുഭവിക്കുന്ന ആളുകളാണ് മലയാളികൾ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ അശുദ്ധിയുടെ കുളിയും വെള്ളിയാഴ്ചയിലെ കുളിയും അതുപോലെ തന്നെ പെരുന്നാളുകളിലെ കുളിയുമൊക്കെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താക്കി വെച്ചിട്ടുണ്ട്. അതൊരു ഫർദ് പോലെ അവരെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം അറബികൾ അന്ന് വളരെ കുറച്ച് കുളിക്കുള്ളൂ. കുളിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വെള്ളത്തിൻ്റെ ദൗർലഭ്യമാണ്. നമ്മൾ മലയാളികൾ ചൂടിനെ തടുക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് AC-യും മറുഭാഗത്ത് വെള്ളമുള്ളവൻ ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും കുളിമുറിയിൽ കയറി സമൃദ്ധമായി മേൽ കഴുകി തല നനച്ച് കുളിച്ച് നനച്ച് ഒരു ദിവസം തന്നെ വെള്ളത്തെ വളരെ നന്നായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തുടനീളം ഒരു മനുഷ്യനും, അതുകൊണ്ട് മലയാളി എവിടെ പോയാലും വെള്ളം കിട്ടാഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. തിന്നാനില്ലെങ്കിലും വേണ്ടിയില്ല, കുടിക്കാനും കുളിക്കാനും നന്നായിട്ട് വെള്ളം നമുക്ക് ലഭിക്കണം. അതും ശുദ്ധമായ വെള്ളം, ഉപ്പ് രസമുള്ള വെള്ളം. തമിഴ്നാട്ടിലൊക്കെ പോയാൽ വെള്ളത്തിന് ചവർപ്പ, തലയിൽ പറന്നു കഴിഞ്ഞാൽ അത് തോർത്താൻ പറ്റില്ല. അലക്കാൻ വെച്ചാൽ നമ്മൾ നല്ല ഇരുമ്പ് കലക്കിയ വെള്ളത്തിൽ അലക്കണ പോലെയാണ് നമുക്ക് തോന്നുന്നത് ഉത്തരേന്ത്യയിലേക്ക് മുഴുവൻ പോകുമ്പോൾ. പക്ഷെ കേരളത്തിലെ വെള്ളം എന്ന് പറയുന്നത് നല്ല അയവുള്ള, നല്ല ബാഷ്പീകരണ പ്രവണതയുള്ള, പെട്ടെന്ന് അലിയുന്ന സ്വഭാവത്തിലുള്ള നല്ല വെള്ളം. ഇതൊക്കെ അല്ലാഹു സുലഭമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ ആധിക്യം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും BJP ഒന്നും കൊണ്ടുവന്നൊന്നുമല്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടി ഒത്തുപിടിച്ച് വലിച്ചു കൊണ്ടുവന്നൊന്നുമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മണ്ണിനെയും ഈ പ്രദേശത്തെയും ഒരു പ്രത്യേക രീതിയിൽ സംവിധാനിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിൻ്റെ ആധിക്യം, വെള്ളത്തിൻ്റെ വർധനവ്, വെള്ളത്തിൻ്റെ ധാരാളിത്വം യഥാർത്ഥത്തിൽ മലയാളിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ
ഇപ്പോൾ ഒരു 10-15 വർഷമായി ആ ഒരു ഗ്രാഫ് താഴേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമൃദ്ധമായ വെള്ളം എന്ന് പറയുന്നത് അളവുകോലുകൾ ലംഘിച്ചുകൊണ്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കണക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശാരദന്മാർ പഠിച്ചവരൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്ന കേരളം വരൾച്ചയിലേക്കും വളരെ വേഗത്തിൽ പ്രവേശിക്കുന്ന, അതുപോലെ തന്നെ വരൾച്ച മാറിക്കഴിഞ്ഞാൽ കഠിനമായ വെള്ളപ്പൊക്കത്തിലേക്കും പ്രവേശിക്കാൻ സാധ്യതയുള്ള, ഇപ്പം തന്നെ ചിലരൊക്കെ നൽകുന്ന സൂചന ഏപ്രിൽ മാസത്തോടു കൂടി വരാനിരിക്കുന്ന മഴ കേരളത്തെ ചിലപ്പോൾ പിടിച്ചുലക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കാലാവസ്ഥാ വിശകലന വിദഗ്ധന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 2018-ലും 2019-ലും പെയ്ത മഴ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്രമം തെറ്റിയ മഴ, താളം തെറ്റിയ മഴ, ഉപകാരമില്ലാത്ത മഴ, ഉപദ്രവമായി മാറുന്ന മഴ, ഇതൊക്കെ മലയാളിയുടെ മുകളിൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം നന്നായി പെയ്തിറങ്ങുമ്പോൾ തന്നെ മഴ ഒരിക്കലും പെയ്യാതെ പോണില്ല. ഓരോ സമയത്തും പെയ്യേണ്ട അളവും സമയവും സന്ദർഭവും തെറ്റിയിട്ട് പെയ്യാണ്. ഫ്ലൈറ്റ് പോകേണ്ട സമയത്ത് പോകണമല്ലോ. ഇന്ന് 12 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റ് നാളെ 12 മണിക്ക് പോയാൽ നമ്മുടെ വിസയും അവിടെ എത്തലും ഒക്കെ പ്രശ്നമായി മാറും. 2 ദിവസം കൂടി വൈകിട്ട് പോകണം. ഫ്ലൈറ്റ് ഏതാണെങ്കിലും പോകും, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടും പോകും. പക്ഷെ നമുക്ക് ആ പോക്ക് ഉപകാരം ചെയ്യില്ല. എന്നതുപോലെ മഴ പെയ്യുന്നുണ്ട് കേരളത്തിൽ. പക്ഷെ ഉപകാരമില്ലാത്ത മഴയായിട്ടാണ് ഇപ്പോൾ മഴ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മറുഭാഗം കൂടി ഉണ്ട് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കും നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടൊരു സാധനമൊന്നുമല്ല ഇപ്പോൾ മഴ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മഴ ഇഷ്ടമാണോ? മഴ വർഷിക്കുന്നത് വെള്ളമാണോ? അതിൽ തർക്കമൊന്നുമില്ല, നന്നായിട്ട് വെള്ളം വേണം. പക്ഷെ മഴ പെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ വീടിനത് പ്രശ്നമാണ്, വാഹനത്തിനത് പ്രശ്നമാണ്, റോഡിന് പ്രശ്നമാണ്, അങ്ങാടിക്ക് പ്രശ്നമാണ്, ബിസിനസ്സിന് പ്രശ്നമാണ്, എല്ലാറ്റിനും പ്രശ്നമാണ് മഴ. കാരണം മഴയുടെ മർമ്മം എന്ന് പറയുന്നത് കൃഷിയും ഭക്ഷ്യോൽപാദനവും ജീവന്റെ താളത്തെ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മഴയ്ക്ക് വലിയ സവിശേഷതകളുള്ളത്. പക്ഷെ അത്തരം ജീവനുകളെ നിലനിർത്തുന്ന ഒരു സവിശേഷ ക്രമത്തിലല്ല ഇന്ന് ലോകത്തിലെ മനുഷ്യ സമൂഹം തന്നെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകണില്ല. ഈ 200 കൊല്ലത്തിൻ്റെ ഇടയിൽ, ഇപ്പോഴുള്ള 200 കൊല്ലത്തിൻ്റെ ഇടയിൽ ഇസ്രായേൽ കേന്ദ്രീകൃതവും യൂറോപ്യൻ കേന്ദ്രീകൃതവും സയനിസ്റ്റ് യഹൂദന്മാരും സയനിസ്റ്റ് ക്രിസ്ത്യാനികളും കൂടി നിയന്ത്രിക്കുന്ന അപകടകരമായൊരു ലോകം 200 കൊല്ലം കൊണ്ട് മാരകമായി രൂപപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ നമ്മെ നേരത്തെ പറഞ്ഞ 2 പ്രാവശ്യം സർവനശീകരണ പ്രവർത്തനങ്ങൾ യഹൂദന്മാർ നടത്തും എന്ന് പറഞ്ഞതിൻ്റെ ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ വികാസവും സാമ്പത്തിക വികാസവും ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ, കാർഷിക, വൈജ്ഞാനിക, അതുപോലെ തന്നെ ടെക്നിക്കൽ, IT, എക്കണോമി, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന സകല വികസന പ്രക്രിയകളും വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ 60% ചെറിയ ജീവിവർഗങ്ങൾ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓരോ ദിവസത്തിലും 4ഉം 5ഉം സ്പീഷീസുകൾ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിലനിൽക്കേണ്ട മനുഷ്യൻ മാത്രം വെറ്റുപെരുകി തിങ്ങിത്തിരങ്ങി ജീവിക്കേണ്ട മനുഷ്യന് മാത്രം അങ്ങനെ ജീവിക്കാനും കഴിയില്ല. അറബിയിൽ ഖലഖ എന്ന് പറയുന്നത് ഒന്നിനോട് ചേർന്ന് നിലനിൽക്കുന്നതിനാണ് ഖലഖ എന്ന് പറയുക. സമുദ്രമുണ്ടെങ്കിലേ കരയ്ക്ക് പ്രസക്തിയുള്ളൂ, കരയുണ്ടെങ്കിലേ കടലിന് പ്രസക്തിയുള്ളൂ. കരയും കടലും സൃഷ്ടിച്ചതിനെ കുറിച്ചാണ് അള്ളാഹു ഖലഖ എന്ന് പറയുന്നത്. കര ഉപദ്രവകരമായി കടലിന് തോന്നുകയും കടൽ ഉപദ്രവമായിട്ട് കരയ്ക്ക് തോന്നുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കരയ്ക്കും കടലിനും നിലനിൽക്കാനുള്ള അന്ത്യാവസാനം, അന്തിമ വിധി വന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൂമിയിൽ ഏകദേശം മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, പെരുകുന്നത് മനുഷ്യൻ മാത്രമാണ്, 700 കോടി മനുഷ്യർ. പിന്നെ പെരുകുന്നത് ഉപദ്രവജീവികളാണ്, കൊതുക്, ബാക്ടീരിയകൾ, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന എലിവർഗങ്ങൾ, ഇതൊക്കെയാണ് പന്നിവർഗങ്ങൾ, ഇതൊക്കെയാണ് പെരുകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ, അതും ഒന്നും അധികമാകാൻ പാടില്ല, ഒന്നും കുറയാൻ പാടില്ല. കയോസ് തിയറി എന്ന് പറയുന്ന ഒരു പ്രത്യേക സിസ്റ്റത്തിലാണ് അല്ലാഹു പ്രപഞ്ചത്തിനെ വെച്ചിട്ടുള്ളത്. വ്യവസ്ഥയില്ലായ്മയുടെ ഒരു വ്യവസ്ഥാവിധത്വം ഈ ഭൂമിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾ ഫിൽ മീസാൻ, ആ സന്തുലിതത്വത്തെ, ആ ക്രമമില്ലായ്മയുടെ ക്രമത്തെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല, നിങ്ങൾ കയ്യേറ്റം ചെയ്യാൻ പാടില്ല, നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. ഖുർആൻ അവിടെയൊക്കെ പ്രയോഗിച്ച പദങ്ങൾ വളരെ
വളരെ ഗൗരവതരമായ പ്രകൃതിയിൽ, പരിസ്ഥിതിയിൽ, ഈ പ്രപഞ്ചത്തിന്റെ ഭൂമിയിലെ സംവിധാനത്തിന്റെ സന്തുലിതത്വത്തിൽ നിങ്ങൾ താവൂത്താവരുത്. താവൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ എതിരാളിയാണ്. അള്ളാഹുവിന്റെ എതിരാളിയെയാണ് ഖുർആൻ താവൂത്ത് എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊന്നും എനിക്കും നിങ്ങൾക്ക് നമ്മുടെ വിഗ്രഹങ്ങളും ഈച്ചയും പശുവും മൂരിയൊക്കെയാണ് വിഗ്രഹം, അതാണ് ദൈവം എന്നൊക്കെ അവരൊന്നും ഒരു കുഴപ്പമുണ്ടാക്കൂല. ഒരു വിഗ്രഹം പോലും ഒരു കുഴപ്പമുണ്ടാക്കൂല. ഉണ്ടാക്കുന്ന മനുഷ്യന്റെ ദുഷിപ്പുകളെയാണ് ആ വിഗ്രഹം പ്രതിനിധീകരിക്കുന്നത്. വിഗ്രഹത്തിന് സ്വയം ഒരു കഴിവുമില്ല. അതിനെ ഉണ്ടാക്കുന്നവന്റെ ദുഷിപ്പുകൾ, പശുവും അതുപോലെ തന്നെ ആടും പാമ്പും ഒരു നമ്മൾ ദൈവങ്ങളായി സങ്കല്പിക്കുന്നവരൊന്നും ഒരു കുഴപ്പവും ഭൂമിയിൽ ഉണ്ടാക്കില്ല. കുഴപ്പമുണ്ടാക്കാൻ കഴിയുന്നവൻ മനുഷ്യൻ മാത്രമാണ്. ആ മനുഷ്യൻ ഒരിക്കലും അതിന്റെ താളം തെറ്റാതിരിക്കാൻ, അതിന്റെ തുലാസിലെ സന്തുലിതത്വം, ആ തൂക്കുമ്പോൾ കച്ചവടക്കാരൻ രണ്ടും ഒരുമിച്ച് നിൽക്കണം. അത് പൊന്നു തൂക്കുമ്പോഴാണ് വളരെ സൂക്ഷിക്കേണ്ടത്. കാരണം വിലപിടിപ്പുള്ളതാണ്, അപൂർവമാണ്, വില വർധനവുള്ളതാണ്, നിങ്ങളെ അട്ടിമറിക്കാൻ സാധ്യതയുള്ളതാണ്. അത്രയും നിസ്സാരമാണ് ഭൂമിയിലെ അണുവിനെ, ഏറ്റവും നിസ്സാരമായ അണുക്കളുടെ പോലും നിലനിൽപ്പും വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും നിലനിൽപ്പ് പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നിനെ തകിടം മറിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ 100-200 വർഷത്തെ ഭൗതിക ലോകം, ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ, ഷുദുറാന് ഈ ഫാസിഖ്യങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. ആരാണ് ഫാസിഖ് എന്ന്? തമ്മാടി, അതിക്രമം ചെയ്യുന്നവൻ, കുറ്റവാളി, നിയന്ത്രണമില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നവൻ. അവന്റെ ലക്ഷണം അവര് തമ്മാടികളാന്ന് പറഞ്ഞിട്ട് അവരെ പറയുന്നത് ഈ തമ്മാടികളുടെ, ഫാസിഖുകളുടെ ലക്ഷണം ആ കൂട്ടർ അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ ലംഘിക്കുന്നവരാണ്. ഞാനതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഓടില്ല. മതസംഘടനകൾ, നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ ഉദ്യോഗസ്ഥ ലോകം, നമ്മുടെ കോടതികൾ, നമ്മളുടെ മീഡിയ, നമ്മുടെ കല, സാഹിത്യം, ആരോടാണ് അവർ കരാറ് ചെയ്തിട്ടുള്ളത്? എന്ത് കരാറാണ് അവർ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് അവർ അധികാരം മുതൽ മനുഷ്യന്റെ ജീവനെ അടക്കം കൈകാര്യം ചെയ്യുന്നതിനുള്ള അധികാരത്തെ നിലനിർത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ഇപ്പൊ നിങ്ങൾ. അവസാനം പാകിസ്ഥാനിൽ തന്നെയാ പോയത്. 400 പോയിട്ട് പാകിസ്ഥാനിലെത്തി നിൽക്കുകയാണ്. രേവണ്ണ ഫെയിമൊക്കെ ഇറങ്ങി അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നാരീശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സ്ത്രീകളെ രക്ഷപ്പെടുത്താനൊക്കെ വേണ്ടി തൃശ്ശൂർ വന്ന് പ്രസംഗിച്ച ആൾ നമ്മുടെ പ്രധാനമന്ത്രി. ബേട്ടി ബച്ചാവോ, പെൺകുട്ടികളെ രക്ഷിക്കൂ. നാണം കെട്ട ഇന്ത്യയിലെ 130 കോടി മനുഷ്യരെ പരിഹസിക്കുന്ന, കള്ളമാക്കുന്ന 2400 പെണ്ണുങ്ങളെയാണ്. ഇതൊന്നും ഇങ്ങനത്തെ ഒരു മിമ്പറിൽ നമുക്ക് പറയാൻ പോലും പറ്റില്ല. പക്ഷെ അവരെ പറയുമ്പോ നമ്മളെവിടെ നിൽക്കുന്നു എന്നുള്ളത് കൂടി സൂക്ഷ്മ പരിശോധനകൾ നടത്തുന്നത് നല്ലതാണ്. ഇത്തരം കെട്ടുനാറിയ കേസുകളിലേക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് വളരെ പെട്ടെന്ന് പറിച്ചു നടാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഈ ഘടനയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അവര് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവിടെ പിടിച്ചു നിൽക്കാത്തവന് രേവണ്ണയെ കുറിച്ച് സംസാരിക്കാനൊന്നും വല്ലാതെ അർഹതകൾ ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിന്നിട്ട് തുടങ്ങിയിട്ട് കോവിഡ്, എന്റെയും നിങ്ങളുടെയും മക്കൾ കുഴഞ്ഞു വീഴുക. ഇനിയിപ്പോ പ്രധാനമന്ത്രിന്റെ ഫോട്ടോയിൽ വേണ്ടാന്ന് വെച്ചിരിക്കണം ആ നമ്പറുകൾ. ഈ നാടിനോട് ചെയ്യുന്നൊരു സുഹൃതാണത്. കോവിഡിന്റെ സർട്ടിഫിക്കറ്റിൽ നിന്ന് ഈ പ്രധാനമന്ത്രി ഉണ്ടാവില്ല. ഈ രാജ്യത്ത് കോവിഡ് കാലത്ത് ചെയ്തു കൂട്ടിയ വൃത്തികേടുകൾ, എത്ര ശവങ്ങളാണ് ഒഴുകിയത്, എത്ര മനുഷ്യനാണ് പച്ചക്ക് വെന്ത് നടന്ന് ക്ഷീണിച്ച് അവശനായി വീണുപോയത്. ഈ ഇന്ത്യക്കാരനെ ഇങ്ങനെയാ അവർ വിഡ്ഢികളാക്കിയിട്ടുള്ളത്. എന്നിട്ട് അവസാനം പറയാം, ഇനി ഫോട്ടോ വെക്കേണ്ടതില്ല, ഇനിയുള്ള കോവിഡ് സർട്ടിഫിക്കറ്റിൽ മരുന്ന് കമ്പനികൾക്ക് ബോണ്ടുകളായി കോടികൾ കൈക്കൂലി വാങ്ങി ഇവിടത്തെ മനുഷ്യരുടെ ജീവൻ കൊണ്ട് അമ്മാനമാടിയ. ഞാൻ പറയുന്നത് ഇവർക്കൊക്കെ ആരോടാണ് കരാറുകളുള്ളത്? ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഈ മതസംഘടനകൾ, ഈ ശാസ്ത്രജ്ഞന്മാർ, ഈ ബുദ്ധിജീവികൾ, ഈ വിദ്യാഭ്യാസ വിദഗ്ധന്മാർ, ഈ സാംസ്കാരിക പ്രവർത്തകർ, ഈ പരിസ്ഥിതി വിദഗ്ധന്മാർ, എന്താണ് ഇവരൊക്കെ ചെയ്തു കൂട്ടിയത്? അള്ളാഹ് പറയണത്, അള്ളാഹുവിനോട് ഒരു കരാറ് ഓർക്കില്ല. ആ കരാറുകളൊക്കെ മുറിച്ചു മാറ്റിയവരാണവർ, അടിച്ചു മാറ്റിയവരാണവർ. ഞാനിപ്പോ എൻ്റെ കുട്ടിന്ന് ഒരു പരീക്ഷ എഴുതുന്നുണ്ട്. ഈ പരീക്ഷന്റെ ഏതാ വിഷയം എന്ന് പറയട്ടെ, അപ്പൊ അതിൽ എഴുതിയിരിക്കണം പരീക്ഷയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ 10-20 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിലൊന്ന് പറഞ്ഞത്, ദൈവത്തെക്കുറിച്ച് പറയരുത്, ദൈവത്തിന്റെ ചിഹ്നങ്ങളെ കുറിച്ച് പറയരുത്. സെക്യുലർ ആകാം എന്ന് വിചാരിച്ചിട്ട് അതിലൊരു നന്മ ഉണ്ടാകാം. കാരണം ജയ് ശ്രീരാമും അതുപോലെ തന്നെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, അല്ലാഹു അക്ബറൊക്കെ എഴുതി വെച്ച ആളെ സ്വഭാവം പുറത്തു വരും എന്നുള്ളത് അതുകൊണ്ടൊന്നും അല്ല അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറ്റി. കാരണം ജയ് ശ്രീരാം വെച്ചാൽ മതിയല്ലോ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ജയ് ശ്രീരാം ഉത്തരം എഴുതിയാൽ ജയിക്കുന്ന ഒരു നാടാണത്. ഇപ്പൊ മുസ്ലിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷ എഴുതുമ്പോൾ ജയ് ശ്രീരാം എഴുതി വെച്ചാൽ മതി, പിന്നെ ആൻസർ പേപ്പർ തിരിയില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് അതല്ല. ദൈവത്തെക്കുറിച്ച് നിങ്ങൾ മിണ്ടരുത്. ഏറ്റവും പ്രൊഫഷണലായ ഒരു പരീക്ഷ നിങ്ങൾ എഴുതുന്ന ഘട്ടത്തിൽ പോലും പ്രാർത്ഥനാ നിർഭരമായ ഒരു മനസ്സും
ദൈവത്തിന്റെ അധികാരത്തെക്കുറിച്ചുള്ള, അള്ളാഹുവിന്റെ അധികാരത്തെക്കുറിച്ചുള്ള ചിന്തയും അതിൽ നിന്ന് രൂപപ്പെടേണ്ട ഒരു വിദ്യാഭ്യാസത്തെ ക്രമത്തെക്കുറിച്ചും അതിന്റെ വിതരണത്തെ സംബന്ധിച്ചും അതിന്റെ വിനിമയെ സംബന്ധിച്ചും അതിന്റെ പ്രയോഗത്തെ സംബന്ധിച്ചും ഒരിക്കലും നിങ്ങളിലേക്ക് കടന്നു വരാൻ പാടില്ല. സെക്യുലർ ആവണം വിദ്യാഭ്യാസം, സെക്യുലർ ആവണം, മതനിരപേക്ഷമാവണം. പറച്ചില് വളരെ മനോഹരമാണ്. ഒളിയ അജണ്ടകൾ വെച്ച് അപകടകരമായ താല്പര്യങ്ങളെ ഇവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് ഈ പരിപാടികളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിനോട് ചെയ്ത കരാറുകൾ ലംഘിക്കുന്നവരാണവർ. മുൻപാട് മീസാഖി അവനോട് കരാറ് ചെയ്ത ശേഷം അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോടില്ല. അള്ളാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുഴുവൻ ഇവർ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ചേർത്ത് വെക്കാൻ പറഞ്ഞ അതിനൊക്കെ ധാരാളം വിശദീകരണങ്ങളുണ്ട്. ഒന്ന് അള്ളയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തന്നെ, അതിനെക്കുറിച്ച് അപ്പം നമ്മൾ പറഞ്ഞു. പരീക്ഷ എഴുതുമ്പോൾ പോലും പേപ്പറിൽ ബിസ്മിൽ എഴുതി പോകരുത്, ഓം നമശിവായ എന്ന് എഴുതി പോകരുത്. അതുപോലെ തന്നെ വേറെന്തെങ്കിലും നിങ്ങൾ കർത്താവെ നിങ്ങൾ എഴുതി പോകരുത്. കാരണം അതോടുകൂടി വിദ്യാഭ്യാസത്തിന്റെ അലകും പിടിയും ഒക്കെ തകർന്ന് തരിപ്പണമായിട്ട് മാറും. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ബാക്കി ഏത് കാര്യവും. ഇനി അഥവാ ദൈവം വരുന്നുവെങ്കിൽ അത് നമ്മളെ ഭിന്നിപ്പിക്കാനും ശിഥിലീകരിക്കാനും തകർക്കാനും നശിപ്പിക്കാനും പറ്റുന്ന ഹോമങ്ങളും പൂജകളും നാമങ്ങളും യജ്ഞങ്ങളും നേർച്ചകളും തക്ബീറുകളും തഹ്ലീലുകളും എന്തിനേയും സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ മനുഷ്യന് വേണ്ടി നിലകൊല്ലുന്ന ഒരു അള്ളാഹുവിനെ അവതരിപ്പിക്കാൻ. അപ്പോൾ ഇതാണ് ചേർക്കാൻ പറഞ്ഞത്. അള്ളി മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഏതാണെങ്കിലും തകർന്ന് തരിപ്പണമായി കിടക്കുക. നമ്മളും അള്ളിയും തമ്മിലുള്ള ബന്ധം എന്താ? അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്നാൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഏറ്റവും ഊഷ്മളമാകേണ്ട ബന്ധമാണത്. ഈ ദേവീ എന്താണ് ഇവരുടെ കൽക്കി അതിലേക്ക് പോകണില്ല. കലിയുഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം കച്ചവടത്തെ പോലെയാകും. ലാഭമുള്ള മക്കളും ലാഭത്തിന് വേണ്ടിയുള്ള രക്ഷിതാക്കളും. അപ്പൊ അങ്ങനെയാണല്ലോ, മക്കളെടുത്ത് നമുക്കും കിട്ടണം, നമ്മളെടുത്തുന്ന മക്കൾക്കും കിട്ടണം. ഒരു ഹൃദ്യമായ കലർപ്പില്ലാത്ത നിഷ്കളങ്കമായ ഇതെന്റെ മക്കളാണ്, ഇതെന്റെ വാപ്പയും ഉമ്മയുമാണ്. സമ്പത്തിനപ്പുറം, ആരോഗ്യത്തിനപ്പുറം, സൗന്ദര്യത്തിനപ്പുറം മാതാപിതാക്കൾ എന്ന് പറയുന്ന വിശുദ്ധിയുടെ, മക്കൾ എന്ന് പറയുന്ന കരളിന്റെ കഷ്ണമായി ലാഭത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ കാണുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ മുമ്പിൽ വരും. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ വെറും രതിക്ക് വേണ്ടി മാത്രം, രതിക്ക് വേണ്ടി മാത്രം, ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രം. അതുകൊണ്ട് അവിടെ കുടുംബം, ത്യാഗം, സ്നേഹം, വിശാലത, വിട്ടുവീഴ്ച, സഹനം, സ്ഥിരത, വിശാലത, ബഹുമാനങ്ങൾ, ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. എടി പോണ്ട എടാതൊക്കെയല്ലേ ഇപ്പം പുരുഷനും ആണും പെണ്ണൊക്കെ കേട്ടും കൊണ്ടൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അത് 10 കൊല്ലം കൊണ്ട് ഞാൻ ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോണില്ല. കല്യാണങ്ങൾ നടക്കുന്നതിനേക്കാൾ കൂടുതൽ പിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് മലയാളി സമൂഹത്തിൽ, മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിലടക്കം ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. കല്യാണം നടക്കാനും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നടന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പിരിയാൻ, നടക്കാൻ ബുദ്ധിമുട്ടുള്ള കല്യാണം പിരിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വണ്ണം ഇണകൾ തമ്മിലുള്ള ബന്ധം, സഹോദരീ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം, അയൽപക്കങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ തകരുകയാണ്. ഭൂമിയിലുള്ള ജീവജാലങ്ങളുമായി നമ്മൾ മാത്രം ജീവിച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ പരിസ്ഥിതിയെ കുറിച്ച് പറഞ്ഞത് മനുഷ്യൻ മാത്രം ഉണ്ടായാൽ മതി. കഴിഞ്ഞ 200 വർഷം കൊണ്ട് എല്ലാം തുലയുകയാണ്, എല്ലാം മുടിയുകയാണ്, എല്ലാം അവസാനിക്കുകയാണ്. ഒന്നും വർദ്ധിക്കുകയല്ല, പെരുകുന്നത് മനുഷ്യനും അവന്റെ ആഡംബരങ്ങളും മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമ്മളെന്ത് ചെയ്യണം? ജീവിതത്തെ കൃത്യമായി നിയന്ത്രിക്കാനുള്ള, അവനവന് ആവശ്യമുള്ളത് എടുത്താൽ മതി. അവനവന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഒന്നും എടുക്കാതെ മറ്റുള്ളവർക്ക് കൂടി നീക്കി വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തെ, ആർത്തിയില്ലാത്ത, ആഡംബരങ്ങളില്ലാത്ത, കൃത്രിമമായ ആഘോഷങ്ങളില്ലാത്ത, നല്ല അതിരുകളിൽ നിന്നുകൊണ്ട് വ്യവസ്ഥാപിതത്വമുള്ള ഒരു ജീവിതം നയിക്കുന്ന. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കണം. പറഞ്ഞതിന്റെ അർത്ഥം ഭൂമിയിൽ മുഴുവൻ കുഴപ്പമേ അവരുണ്ടാക്കുള്ളൂ. എല്ലാ കാര്യത്തിലും കുഴപ്പമുണ്ടാക്കുള്ളൂ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നന്മ ചെയ്യണ്ടേ? സാമ്പത്തിക രംഗം, വിദ്യാഭ്യാസ രംഗം, കലാസാഹിത്യ രംഗം, കായിക രംഗം, കുടുംബജീവിതം, വിവാഹം, മാർക്കറ്റ്, ബിസിനസ്, ഏതും എല്ലാ ഭാഗത്തും കുഴപ്പങ്ങൾ. അവനാണ് ഫാസിഖ്യങ്ങൾ, അവരാണ് തമ്മാടികൾ. അല്ലാതെ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു നിലപാടിനെയും ദർശനത്തെയും ആശയത്തൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ പരിക്ക് ഭൂമിക്ക് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പാരിസ്ഥിതിക രംഗത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2023 കഴിഞ്ഞ വർഷം 1000 കൊല്ലത്തിന്റെ ഇടയിൽ ഏറ്റവും വലിയ ചൂടിലൂടെയാണ് കടന്നുപോയതെന്ന്. പക്ഷെ ഞാനും കൂടെ അത് വല്ലാതെ അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2 വർഷത്തെ ചൂട്, ഈ കൊല്ലാണ് ഇപ്പൊ നമ്മൾ ചൂട് അറിയണത്. കഴിഞ്ഞ 2 വർഷം അറിയാതെ പോയത് ക്രമം തെറ്റിയ കാലാവസ്ഥ നേരത്തെ വന്നതുകൊണ്ട്. ജൂൺ 1 വരേണ്ട കാലവർഷം ഏപ്രിൽ പകുതിയോടുകൂടി നമ്മളിലേക്ക് വരികയാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ 2018-ലും 19-ലും പ്രളയത്തിന് ശേഷം കേരളത്തിന്റെ കാലാവസ്ഥ ഉൾട്ട തല കുത്തനെയായി ഈ ഡിസംബറിലടക്കം മഴ പെയ്തു. നമുക്ക്
ഡിസംബറിലടക്കം മഴ പെയ്തു പോയിട്ടുണ്ട് കേരളത്തിൽ. ഇതൊക്കെ നമുക്ക് വെള്ളം ആവശ്യമുള്ളതുകൊണ്ട് അനുഗ്രഹം തോന്നും. പക്ഷെ കേരളത്തിന്റെ ഭൂമിക്ക്, കേരളത്തിന്റെ കൃഷിക്ക്, കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിന്, കേരളത്തിന്റെ സ്വാഭാവികമായ കാലാവസ്ഥയുടെ ക്രമവും താളവും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എൻ്റെ അടയാളം. അതുകൊണ്ട് നമ്മൾ മലയാളി അറിഞ്ഞിട്ടില്ല, ലോകം കഴിഞ്ഞ 1000 കൊല്ലത്തിന്റെ ഇടയിൽ ഏറ്റവും ഭീകരമായ ചൂടാണ് 2023 ലോകം അനുഭവിച്ചത് എന്നാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ. അതുകൊണ്ട് ഏത് യോഗം വിളിച്ചാലും ഒന്നാമത്തെ ചർച്ച പരിസ്ഥിതിയാണ്. പക്ഷെ ഒരു പരിഹാരമില്ലാതെ പോകും. കാരണം ലോകത്തിലെ 7 മുതലാളി വൃത്തിയുള്ള രാജ്യങ്ങളാണ് പാരിസ്ഥിതികമായി ലോകത്തിനെ തകർക്കുന്നതിൽ ഏറ്റവും വലിയ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളതിപ്പോ നേരത്തെ പറഞ്ഞ സിയോണിസ്റ്റ് ക്രിസ്ത്യ യഹൂദിസവും സിയോണിസ്റ്റ് ക്രൈസ്തവ സിയോണിസവും കൂടിയ വളരെ മാരകമായ ഒരു ഘടന ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തകർന്നേർപ്പെടാവും. അത് കഴിഞ്ഞ വർഷം, ഇപ്പൊ ഈ വർഷം നമുക്ക് നല്ല ചുട്ട് പഴുത്തുകൊണ്ടിരിക്കുകയാണുള്ളൂ, നല്ല വന്നുകൊണ്ടിരിക്കുകയാണ്. റമദാൻ എങ്ങനെയൊക്കെയോ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ട് പോയി. ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നല്ല മഴ പെയ്യണം, പക്ഷെ ഇതുവരെ പെയ്തിട്ടില്ല. വേനൽക്ക് പെയ്യേണ്ട മഴയിൽ 46%, കുംഭമാസത്തിലും മീനത്തിലൊക്കെ ഒരു മഴ പെയ്യും. കേരളത്തിന്റെ കാലാവസ്ഥയുടെ ഘടനയിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇപ്രാവശ്യം അത് കിട്ടിയിട്ടില്ല. ചില സ്ഥലങ്ങളിൽ അതിവൃഷ്ടിയായിട്ട് അത് പെയ്തിട്ടുണ്ട്. പക്ഷെ മൊത്തം കേരളത്തിന്, നമ്മുടെ കൃഷിക്ക്, നമ്മുടെ ഭൂമിക്ക്, നമ്മുടെ വെള്ളത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ആ മഴ വർഷിക്കപ്പെടാത്തത് കൊണ്ട് വളരെ പ്രയാസകരമായ സാഹചര്യത്തിലേക്ക് ഇപ്പം മലയാളി എടുത്തെറിയപ്പെട്ടിരിക്കുന്നു. വീട്ടിന്റെ പുറത്തേക്കാണ്ട് ഇറങ്ങിയാൽ അവര് തീക്കാറ്റിലും ചുടുവെള്ളത്തിലും നിൽക്കുന്നത് പോലെ, ചുട്ട പുകയിലും തീയിന്റെ തണലിലും നിൽക്കുന്നത് പോലെ ചൂടിന് കുറെ സംഗതികളുണ്ട്. നരകത്തിന്റെ ഭാഗമാണ് ചൂട് എന്ന് പറയുന്നുണ്ട്. സൂര്യൻ നിന്നാണ് ചൂട് വരുന്നത്. സൂര്യൻ അല്ലാഹു വേറെ വെച്ചിട്ടുണ്ട്. ആ നരകത്തിന്റെ ചൂടിനെ തണുപ്പിക്കാൻ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട പണി എന്താണ്? നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി കരീം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയില്ലാത്തതിനെ കുറിച്ച് ആവലാതി പറഞ്ഞവരോടൊക്കെ പറഞ്ഞത്, നിങ്ങളെ ശുദ്ധീകരിക്കുക. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഗുരുതരമായ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് തൗബയും ഇസ്തിഗ്ഫാറും നിർവഹിക്കുക. രണ്ട് കാര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒന്ന് ഇതന്നെ, തൗബയും ഇസ്തിഗ്ഫാറും മഴയ്ക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചു. രണ്ടാമത്തത് സംഘപരിവാരം തോക്കാൻ വേണ്ടിയിട്ട്. ഈ സംഘപരിവാരം പോലും കേരളത്തിൽ ക്ലച്ച് പിടിക്കാതിരിക്കാനുള്ള കാരണം കേരളത്തിന്റെ കാലാവസ്ഥയാണ്. കേരളത്തിന്റെ ഈ തണുത്ത അയഞ്ഞ സ്വാഭാവികതയുള്ള പ്രകൃതിയാണ് വരണ്ട മാരകമായ ഈ വിഷവൃക്ഷത്തിന് കേരളത്തിൽ വളരാനും പടരാനും വെള്ളവും മണ്ണും കിട്ടാതിരിക്കാനുള്ള കാരണം കേരളത്തിന്റെ എപ്പോഴാണോ കേരളത്തിൽ മഴയൊക്കെ നിന്ന് വരണ്ടുണങ്ങിയ ഭൂമിയായിട്ട് കേരളം മാറുന്നത്, അന്ന് മലയാളി സംഘപരിവാരത്തിന് സുജൂദും റുക്കുവും ഒക്കെ ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ തന്നെ കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും മൊത്തത്തിൽ കേരളത്തെ കിട്ടാതിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഒരു മാസം റിസൾട്ട് വരുന്നവരെ നിങ്ങൾ അള്ളാഹിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കും. ഇത് അവസാനത്തെ വണ്ടിയാണ്. നമ്മൾ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പ് ഒന്നിക്കൽ പലരുടെയും അവസാനത്തെ വണ്ടിയാണ്, ഒന്നിക്കൽ സംഘപരിവാരത്തിന്റെ അവസാനത്തെ വണ്ടി. ഈ വണ്ടി ഇപ്പോ ഓല കയ്യിൽ നിന്ന് പോയാൽ ഇനി അടുത്തൊന്നും പോലെ വരില്ല. ഓല പിടിച്ചു കെട്ടാൻ ഇന്ത്യക്ക് കഴിയും. അതല്ല, ആ വണ്ടി അവരാണ് ഓട്ടാൻ പോകുന്നതെങ്കിൽ മറ്റ് പലരുടെയും യാത്ര ഇതോടുകൂടി അവസാനിപ്പിക്കും. മുസ്ലിങ്ങൾക്കായിട്ട് അതിൽ പ്രശ്നമൊന്നുമില്ല. ആ വിഷയത്തിലേക്ക് കടന്നു പോകണമെന്നില്ല. പലരും നമ്മക്കാണ് പ്രശ്നം, നമ്മളിലാണ് പ്രശ്നം. വോട്ട് മുസ്ലിം പ്രദേശങ്ങളിലൊക്കെ നന്നായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്യാതെ പോയത് മറ്റു പലരും. RSS വന്നാലെന്താ, BJP വന്നാലെന്താ, CPM വന്നാലെന്താ, കോൺഗ്രസ് വന്നാലെന്താ, എല്ലാം തുല്യമല്ലേ? ഈ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവത്തെ വളരെ നിസ്സാരമായി സമീപിക്കുന്ന, അങ്ങനെയൊക്കെ സമീപിച്ച ആളുകളുണ്ട്. ഇപ്പൊ മഴ പെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ മാതിരി RSS അല്ല, അതിനേക്കാളും വലിയൊരു വശമൊന്നും ഉണ്ടാക്കാറില്ല. അതാണ് CODs ആണ്. അത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ, ഇത് രണ്ടും അള്ളാഹിനോട് പറയാനുള്ള സമയമാണ്. ശരിക്കും അള്ളാഹിന്റെ മുമ്പിൽ നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കും. മഴ പെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് ശരിക്കും പ്രാർത്ഥിക്കും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നീണ്ടകാലം അവരുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അതിന്റെ 10 വിശദാംശങ്ങളിലേക്ക് പോകണില്ല. ഫഖുൽതു, ഞാൻ അവരോട് പറഞ്ഞു. നൂഹ് നബി പറയാണ്, ഇസ്തഗ്ഫിറു, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. തെറ്റുകൾ പുറത്തു തരണം, കുറ്റങ്ങൾ മാപ്പാക്കി തരണം, വീഴ്ചകൾ പരിഹരിച്ചു തരണം, സംഭവിച്ചതിനെ നീ നീക്കിക്കളയണം. ഇന്നഹു കാന ഗഫാറ. എന്നിട്ട് അള്ളാഹ് പറയാ, അള്ളാഹ് നല്ലോണം പൊറുക്കുന്നവനാണ്. അള്ളാഹ്ക്ക് നമ്മൾ പലപ്പോഴും റമദാനൊക്കെ പറഞ്ഞല്ലോ, ചോദിച്ചാൽ മതി, ചോദിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഒന്ന് ഇരുന്നിട്ട്, അടച്ചോന് ഞാൻ ഇങ്ങനെയാണ്, ഈ ഒന്ന് എന്നെ നോക്കണം,
എൻ്റെ കണ്ണിലേക്ക്, എൻ്റെ കണ്ണിൻ്റെ മുമ്പിലേക്ക്, എൻ്റെ കയ്യിൻ്റെ മുമ്പിലേക്ക്, നിന്റെ മുമ്പിൽ നീ എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനോട് ഇന്നഹു കാന ഗഫാറ, എത്ര സ്ഥലത്താ അള്ളാഹ് പറഞ്ഞിരിക്കണമെന്ന് പറയൂ. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ, യാ ഗഫൂറുർ റഹീം. എല്ലായിടത്തും അള്ളാഹു പൊറുക്കുന്നവനാണ്, അള്ളാഹു കാരുണ്യവാനാണ്. എത്ര സ്ഥലത്താണ് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നാൽ ഏതെങ്കിലും ഒരു സമയത്തൊന്നും ഇരുന്നിട്ട്, ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റെങ്കിലും ഇരുന്നിട്ട് അള്ളാഹുവേ ഇന്നത്തെ ദിവസം ഇന്നതൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്, എന്നോട് പൊറുക്കണം, എന്നോട് കരുണ കാണിക്കണം, എന്നോട് ചെയ്ത അക്രമങ്ങളാണിത്, നിന്നോട് ചെയ്ത നന്ദികേടാണിത്, നിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ തലകുത്തി നിർത്തിയതാണിത്, അള്ളാഹുവേ നീ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക്? അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ യുർസിലി സമാഅലൈക്കും മിദ്റാറ, ഞാൻ നമ്മൾ പറഞ്ഞ വിഷയം, അള്ളാഹ് ആകാശത്തുനിന്ന് മഴയാണ് പെയ്യിച്ചിരുന്നത്. യുർസിലി സമാഅലൈക്കും മിദ്റാറ. മഴ CPM-ന് വിജയിക്കാൻ കഴിയില്ല, കോൺഗ്രസിന് ഇനിയിപ്പോൾ ഒരു വെയ്യോന്ന് അറിയില്ല. PP ഒക്കെ ഉള്ള വാർത്ത നമ്മൾ കണ്ടല്ലോ. ജാവേദ് ഖാറുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഈ പറഞ്ഞത് വേറെ? ആരാണ് ജാവേദ് ഖാർ? CPM-നെ പോലത്തെ ഒരു പ്രസ്ഥാനം ഇത്രയും ചെറിയ, അത് മൂപ്പർക്ക് പറ്റിയ ഒരു പരിക്ക്. ഇത്ര ലളിതമായിട്ടാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ. ജാവേദ് ഖാർ ആരാ? കേരളത്തിന്റെ അകത്തളങ്ങളിൽ വളരെ മാരകമായ അണ്ടർഗ്രൗണ്ട് ഡീലിങ്ങുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതിലേക്ക് നമ്മളെ ഭയപ്പെടുത്തുന്ന, അധികാരത്തെ നിലനിർത്താൻ CPM നിലനിൽക്കേണ്ട പ്രസ്ഥാനമാണ്. പക്ഷേ സംഘപരിവാരവുമായി ഓട്ടം തുള്ളിയിട്ട് നിലനിൽക്കേണ്ട പ്രസ്ഥാനമല്ലാതെ വടകര ഇലക്ഷൻ മുതലൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ജയിക്കുന്ന സ്ഥാനാർത്ഥി, പേരുള്ള സ്ഥാനാർത്ഥി മുസ്ലിം ആണെങ്കിൽ വോട്ടിങ്ങിന്റെ പാറ്റേണിനെ പോലും വർഗീയ, വംശീയ, സാമുദായിക തലങ്ങളിലേക്ക് എന്നിട്ട് ചർച്ച നടത്തുക. ജാവേദ് ഖാർ എന്നിട്ട് പാപ്പിയാണെന്ന് പറയും, EP പാപ്പിയാണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ പാപ്പിയായിട്ട് ഒരു പ്രശ്നമില്ല, വളരെ സുഖമായിട്ട് തൗബീം ചെയ്തിട്ട് അവിടെ ഇരുന്നാൽ മതി. എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ളൊരു ഗൈഡിൽ പിന്നെ അവിടുന്ന് മുതൽ ഇങ്ങോട്ട് വരെ അപ്പം നിങ്ങളൊന്ന് ഇരുന്നിട്ട് അല്ലാതെ ഇപ്പോൾ CPM-നും കോൺഗ്രസിനും BJP-ക്കും ഒന്നും മഴ വർഷിപ്പിക്കാൻ കഴിയില്ല. അള്ളാഹു സമൃദ്ധമായിട്ട് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. യുർസിലി സമാഅലൈക്കും മിദ്റാറ, അള്ളാഹു നന്നായിട്ട് ആകാശത്തെ തുറന്ന് നിങ്ങൾക്ക് വിട്ടുതരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, നല്ലോണം സമ്പത്തും ആളുകളെയൊക്കെ തരും. വയജഅല്ലക്കും ജന്നാത്തിൻ, നിങ്ങളുടെ തോട്ടങ്ങളൊക്കെ കരിഞ്ഞുണങ്ങാൻ തുടങ്ങണുള്ളൂ. ഞാൻ വരൾച്ചയുടെ മറ്റു വിശദീകരണത്തിലേക്ക് പോയിട്ടില്ല. സങ്കടപ്പെടാവുന്ന, മുങ്ങി മരിക്കുന്നതിനേക്കാൾ മാരകമായിരിക്കും വരൾച്ചയുടെ മരണം എന്ന് പറയുന്നത്. കാരണം വരൾച്ചയിൽ നിങ്ങൾ പെട്ടെന്ന് മരിക്കൂല ഒരു നേരത്ത്, മറിച്ച് ഒരു തുള്ളി വെള്ളവും ഒരിറ്റ് ഭക്ഷണവും ഒരിറ്റ് തണലും ഒക്കെ കൊതിച്ചിട്ട് വെന്ത് നീറി പുകഞ്ഞ് നിലനിൽക്കാൻ പറ്റാത്തവണ്ണമുള്ള ഒരു AC-ക്കും പരിഹരിക്കാൻ. എല്ലാവരും AC വെക്കാത്തതുകൊണ്ടാണ് നമുക്കൊക്കെ AC-ന്റെ തണുപ്പ് കിട്ടുന്നത്. ഇന്ത്യയിൽ മുഴുവൻ, കേരളം മലയാളി മുഴുവൻ AC വെച്ചാൽ കേരളം ചുട്ട് പൊളിഞ്ഞു പോകും. മറ്റോ വെക്കാത്തതുകൊണ്ട് ഓൻ്റെ തണുപ്പെടുത്തിട്ട് നമുക്ക് തരികയാണ്. അങ്ങനെയാണ് AC-ന്റെ വർക്ക്. എല്ലാവരും AC വെച്ചാൽ മൂപ്പർക്ക് എടുക്കാൻ സാധനം ഉണ്ടാവില്ല, ജനറേറ്റർ പൊട്ടിത്തെറിയും, AC പൊട്ടും. AC പ്രവർത്തിക്കുന്ന ഇപ്പോൾ വൈദ്യുതി എഞ്ചിനീയർ പറയുന്നുണ്ട്, ഉപയോഗത്തെ നിയന്ത്രിക്കുക, വളരെ നന്നായിട്ട് നിയന്ത്രിക്കുക. ഒരു ബൾബ് രാത്രിക്ക് എന്തിനത്ര അധികം വെളിച്ചം? ഒരു ബൾബ് ഉണ്ടാക്കുന്ന ചൂട് എത്രയാ? ഈ ചൂട് എവിടുക്കാ പോവാ? നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് എന്ത് കഴിച്ചാലും അത് ശരീരം ഉള്ളിലേക്ക് എടുക്കുന്നത് പോലെ, അതിന്റെ കേടും നന്മയും സ്വീകരിക്കണ പോലെ ഒരു ലൈറ്റ് ഇട്ടാൽ അതിൽ നിന്ന് വരുന്ന ചൂട് ഈ ഭൂമിയിൽ ഉണ്ടാവും. കോടാനുകോടി. എന്നിട്ടാണ് UN പറഞ്ഞത്, ഒരു മിനിറ്റ് ഒരു ദിവസം എല്ലാവരും ലൈറ്റ് ഓഫ് ആക്കിയിട്ട് താപനില കുറക്കാൻ. നമ്മളെ വീട്ടിലൊക്കെ വെറുതെ ലൈറ്റ് എത്തല്ലേ, നിങ്ങൾക്ക് ഒരു ലൈറ്റെങ്കിലും കൂടെ ഓഫാക്കി വെച്ചാൽ രാത്രി ഒന്നും ഇത്ര കത്തേണ്ട കാര്യമില്ല, അങ്ങാടികൾ ഇങ്ങനെ അലങ്കരിക്കപ്പെടേണ്ട കാര്യമില്ല. ആവശ്യത്തിനുള്ള വെളിച്ചങ്ങൾ മതി. ഒരു ലൈറ്റ് ഓഫ് ആക്കിയാൽ പോലും ഈ ഭൂമിയുടെ താപനിലയിൽ വമ്പിച്ച മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിയും. പക്ഷെ അതൊക്കെ കൊമ്പന്മാരും വമ്പന്മാരും സാമ്പത്തിക ക്രമവും ആഡംബരവും ഒക്കെ കൂടി ചേർന്ന് അവിയൽ പോലെ കുഴഞ്ഞ വഷളായ ഒരു വികസന വീക്ഷണത്തിൽ നിന്നുകൊണ്ട് നമ്മളെ തന്നെ ചുട്ട് പഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൽപ്പെട്ടിട്ട് അവസാനം ആള് മരിക്കാൻ തുടങ്ങിയാൽ പട്ടിണിയും ചൂടും സഹിക്കാൻ കഴിയാതെ, വെള്ളവും ദാഹമൊന്നും ദാഹത്തിന് പരിഹാരമൊന്നുമില്ലാതെ ആളുകൾ മരിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ. ഈ മരുഭൂമികൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ട് നോവലുണ്ട് ആനന്ദിന്റെ. അതിൽ ഉത്തരേന്ത്യൻ കൃഷിക്കാർ രാജസ്ഥാനിലൊക്കെ വെള്ളം കിട്ടാതെ ആകുമ്പോൾ കൃഷിക്ക് ഈ എന്താണ് പറയാ, ഈ കാലികളെ, ആടുമാടൊട്ടകങ്ങളെ, മനുഷ്യൻ തന്നെ കുടിക്കാൻ വെള്ളമില്ല, പിന്നെ ഈറ്റക്ക് എന്താ കൊടുക്കുക? ഇവർക്കാണെങ്കിൽ സഹിക്കാൻ കഴിയൂല. കാരണം ഈ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ കിട്ടാതെ കാണിക്കുന്ന പരവശതകൾ. അവസാനം അവരെന്ത് ചെയ്യും? ഇനി വെള്ളമല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഒരിത്തിരി വൈക്കോല് ഈ ആടിൻ്റെ അല്ലെങ്കിൽ പശുവിൻ്റെ കഴുത്തിൽ കെട്ടിത്തൂക്കി കൊടുത്തിട്ട് ഒരു മണി കെട്ടിത്തൂക്കിയിട്ട് മരുഭൂമിയുടെ ഉള്ളിലേക്ക് അതിനെ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ കടത്തിവിടും. സ്വന്തം മുമ്പിൽ ഇതിൻ്റെ മരണം കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യന് വെള്ളമില്ലാത്തടത്ത് പിന്നെ മൃഗങ്ങൾ കൊടുത്താൽ വെള്ളം ഉണ്ടാവുക. മൃഗങ്ങൾ നശിക്കാൻ തുടങ്ങുന്നത് മനുഷ്യൻ നശിക്കാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണം. വളരെ സങ്കടകരമായി പ്രാർത്ഥനാപൂർവ്വം അവർ നടത്തുന്ന പണിയാണത്. ഇനി അങ്ങനെ മൃഗങ്ങളാണ്ട് പറഞ്ഞേക്കാൻ വരുക. പക്ഷെ നിങ്ങളെ മകൻ
നിങ്ങൾ ആർക്കും ആദ്യം വെള്ളം കൊടുക്കും? നിങ്ങളെ മകനാണോ കൊടുക്കുക? നിങ്ങളെ ഉപ്പാക്കാണോ കൊടുക്കുക? ഇപ്പൊ സമൃദ്ധമായി കിട്ടുന്നുണ്ട്. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. ഇതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ഓടില്ല. സുലഭമായ വെള്ളം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉയംതിരിക്കും വവ്വാലും വബനീന വയജാലക്കും ജന്നാത്തിൻ, നിങ്ങളുടെ തോട്ടങ്ങളിൽ അല്ലാഹു സമൃദ്ധി നൽകും, നിങ്ങളുടെ പുഴകളിൽ അല്ലാഹു വെള്ളം നിറച്ചു തരും. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കും. ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹിനോട് നിങ്ങൾ കാര്യങ്ങൾ പറയും. ഇവിടുന്ന് ഇപ്പോഴല്ല, എപ്പോഴും പറ്റുമെങ്കിൽ ഇരുന്ന് പറഞ്ഞിട്ടൊക്കെ പോയിക്കോളെ. നിങ്ങൾ സുന്നത്തൊക്കെ നിസ്കരിച്ച് 2 റക്കാത്തും 4 റക്കാത്തൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞാൽ പറയാം, അള്ളാഹുവേ മഴ പെയ്യണം, ഞങ്ങളുടെ അനുഗ്രഹമാണിത്, ഞങ്ങളുടെ പുഴകളെ നിറക്കണം, ഞങ്ങളുടെ വയലുകളെ നിറക്കണം, ഞങ്ങളുടെ തോടുകളെ നിറക്കണം, ഞങ്ങളുടെ തടാകങ്ങളെ നിറക്കണം, ഞങ്ങളുടെ കിണറുകളെ നിറക്കണം, ഞങ്ങളുടെ ഭൂമിക്ക് നീ ആവശ്യമായ വെള്ളം കൊടുക്കണം. ഒമാനും ദുബൈയും പോലെ വെള്ളത്തിൽ എടുക്കാൻ പറ്റാത്ത ഭൂമിയല്ല കേരളം. അവിടെ മഴ പെയ്താൽ എടുക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് 2 ദിവസം കൊണ്ട് തന്നെ ഒരൊറ്റ യുഎഇക്കൊക്കെ പിന്നെ അള്ളാഹ് വെച്ച് തന്നെയാണെന്നാണ് തോന്നുന്നത്. മലയാളികൾ വല്ലാതെ ഇടങ്ങേറായി പോയിട്ടുണ്ടായില്ലേ, ഭയങ്കരമായിട്ട് ഇടങ്ങേറായിട്ടുണ്ട്. പക്ഷെ അള്ളാഹു ചിലതൊക്കെ ഓൽക്കൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. ഇവിടെ പെയ്യണമായപ്പോൾ അവിടെയാണ് പെയ്യണത്. സൗദിയിലും ഒമാനിലും അതുപോലെ തന്നെ യുഎഇയിലൊക്കെ ഓൽക്ക് മഴ പറ്റുന്ന മണ്ണുമല്ല ഭൂമിയല്ല, പറ്റേണ്ട നമുക്കിത് പെയ്യാതിരിക്കും. ഇത് രണ്ടും പ്രശ്നമാണ്. അതുകൊണ്ട് മഴ പെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വെള്ളം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനോട് അതിരുകളില്ലാതെ കണ്ണിൽ വെള്ളം നിറച്ച് കൽബിനെ കലക്കി അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വിഷയങ്ങൾ വെക്കണം. ഇതാണ് അള്ളാഹു പറഞ്ഞത്, അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അള്ളാഹു പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് കരുണാവാരിധി അള്ളാഹു തന്നെ അവൻ്റെ പ്രവാചകന്മാരിലൂടെ എന്നോട് നിങ്ങളോടും ആവശ്യപ്പെട്ട പ്രവർത്തനമാണ്. വെള്ളത്തിനും മഴയ്ക്കും ചൂട് കുറയാനും വരൾച്ചയെ തടുക്കാനും അതിൻ്റെ ദൂഷ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ നമ്മൾ നിർവഹിക്കേണ്ടത് എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുന്നു. അള്ളാഹു അതിനുള്ള വഴികളും തുറവികളും നൽകി നമ്മുടെ മനസ്സിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉള്ള സഹോദരങ്ങളും സഹോദരിമാരെ, പറഞ്ഞ വിഷയങ്ങളിലൊക്കെ ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, ചൂട് വരുമ്പോൾ AC വാങ്ങാം, ഫാന് വെക്കാം, അതുപോലെ തന്നെ ടാങ്കിൽ വെള്ളമടിക്കുക, അതങ്ങനെ പൈസ ഉള്ളപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കും പരിഹാരങ്ങൾ. ഇതൊന്നും പരിഹാരമല്ല. അത് ജലനിധിയുടെയൊക്കെ പൈപ്പ് പോലെയാണ്. വെള്ളം അവർക്ക് തരാൻ കഴിയൂല. പൈപ്പും കിണറൊക്കെ ഒരു കുഴിച്ചു മാന്തിയിട്ട് പോകും. വെള്ളം അല്ല തരേണ്ടതാണ്. അല്ല ഉണ്ടാക്കിയതാണ് വെള്ളം. ഒരു തുള്ളി വെള്ളം, ഓക്സിജൻ H2 ചേർന്ന് വെള്ളമാകേണ്ട കണികകളെ ഒരു ശാസ്ത്രവും ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഉണ്ടാക്കാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നിക്ഷേപിച്ചതാണ് ആ വെള്ളം. ആ വെള്ളത്തിൻ്റെ ഒരു ചാക്രികത, ഒരു വട്ടം കറങ്ങൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ക്രമവും താളമൊക്കെയാണ് ഇപ്പോൾ തെറ്റിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുടനീളം. അത് ശരിയാവാൻ ഞാനും നിങ്ങളും അള്ളാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് നിർവഹിക്കേണ്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയില്ലാത്ത ഘട്ടത്തിൽ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ബൊമ്മിനൊക്കെ കൊടുത്ത് കുഴങ്ങിയിരിക്കുകയാണ് നമ്മളൊക്കെ. നിങ്ങൾ ഇഞ്ഞൊക്കെ പോയി ഒരാഴ്ച നല്ല പൈസ കൊടുക്കും ആളുകൾക്കൊക്കെ. ദാരിദ്ര്യവും പട്ടിണിയും രോഗങ്ങളൊക്കെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട്. പിന്നെ നല്ല വരൾച്ചയാണെങ്കിൽ റസൂല് മൃഗങ്ങളെ അടക്കം മുസ്ലിമേതര മനുഷ്യരെ അടക്കം വിളിച്ചു കൂട്ടിയിട്ട് സ്വലാത്തുൽ ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക നമസ്കാരം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് റസൂല് കയ്യൊക്കെ പൊന്തിച്ചിട്ട് പ്രത്യേക രീതിയിലൊക്കെ പ്രാർത്ഥിച്ചിട്ട്, അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല, ആവശ്യമാണെങ്കിൽ അതും നമ്മൾ നിർവഹിക്കേണ്ടി വരും. പക്ഷെ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അള്ളാഹിനോട് പറഞ്ഞിട്ട് അഡ്വാൻസ് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് മനസ്സിനെ ശുദ്ധീകരിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യമായ അർസൽന റിയാഹ മുബശ്ശിറൻ, സന്തോഷവാർത്ത അറിയിക്കുന്ന കാറ്റും, അൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറ, സുലഭമായ സുന്ദരമായ നിഷ്കളങ്കമായ വെള്ളം ഞാനാണ് നിങ്ങൾക്ക് വർഷിച്ച് തന്നത് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് പെയ്തിറങ്ങാൻ കരുണാവാരിധിയോട് അതിരുകളില്ലാതെ പ്രാർത്ഥിക്കുന്നതിന് ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി എൻ്റെയും നിങ്ങളിൽ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണാവാരിധി അള്ളാഹുവേ, നീ ഞങ്ങളോട് പൊറുക്കണേ തമ്പുരാനെ, നീ ഞങ്ങളുടെ കുറ്റങ്ങൾ മാപ്പാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവേ, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, നിന്റെ അധികാരത്തിലും നിന്റെ നിയന്ത്രണത്തിലുമാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾക്ക് സ്വയമേവേ ഒരു കഴിവുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തന്നിട്ടുള്ള കഴിവുകളാണ്. അള്ളാഹുവേ, നീ തന്നത് തടയുന്നവരില്ല, നീ തടയുന്നത് തരുന്നവരുമില്ല. അള്ളാഹുവേ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് പരിഹാരം, നിന്നിൽ നിന്നാണ് എല്ലാറ്റിനുമുള്ള പരിഹാരങ്ങളുള്ളത്. കരുണാവാരിധി അള്ളാഹുവേ, ഞങ്ങൾ പലതും ചെയ്തു പോയിട്ടുണ്ട്, ഇഷ്ടം പോലെ ചെയ്തു പോയിട്ടുണ്ട്. സ്വകാര്യമായിട്ട് എരിഞ്ഞാൽ ഞങ്ങൾ തോറ്റുപോകുന്ന ചെയ്തികളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അധികം ചെയ്തു പോയത്, ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരുന്നത്, അതിരുവിട്ട് ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഒറ്റക്കും കൂട്ടായിട്ടുമൊക്കെ ചെയ്തത്, അള്ളാഹുവേ, എല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ.
നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളോട് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ സമ്മതിക്കുകയാണ്. എല്ലാം നിന്റെതാണ്, അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുകയാണ്. ഞങ്ങളടുത്ത് വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾ നിന്റെ മുമ്പിൽ ഏറ്റുപറയാണ്, നിന്റെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. എത്രമാത്രം സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുകയാണ്. പക്ഷെ അല്ലാഹുവേ, നീയാണല്ലോ പൊറുക്കുന്നവൻ, നീയാണല്ലോ ക്ഷമിക്കുന്നവൻ, നീയാണല്ലോ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ. കരുണയെ നിന്റെ സിഫത്തായി ഏറ്റെടുത്തവനാണ് നീ. അടിയാറുകളെ എന്തെന്നില്ലാതെ സ്നേഹിക്കുന്നവനാണ് നീ. കരുണാവാരിധി അല്ലാഹുവേ, ഞങ്ങളിതാ ഞങ്ങളുടെ മുഖം നിന്നിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും നീ മാപ്പാക്കണേ തമ്പുരാനെ. നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പിഴച്ചു ചെയ്തു പോയത്, അതിര് വിട്ട് ചെയ്തു പോയത്, അശ്രദ്ധ കൊണ്ട് ചെയ്തു പോയത്, അല്ലാഹുവേ നീ ഞങ്ങളെ കൈവിടിയല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ അവഗണിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സഹിക്കാനും വഹിക്കാനും കഴിയാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ ദുരിതത്തിലേക്ക് കൊണ്ടുപോകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കാലാവസ്ഥയിലും ഞങ്ങളുടെ മണ്ണിലും സമ്പത്തിലും കൃഷിയിലുമൊക്കെ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. വലിയ ചൂടുകൊണ്ട് ഞങ്ങൾ മലയാളികൾ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഈ മണ്ണിന് പറ്റുന്ന, ഞങ്ങളുടെ മനുഷ്യർക്ക് പറ്റുന്ന, ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പറ്റുന്ന നിന്റെ അനുഗ്രഹമായ വളയെ വർഷിപ്പിച്ച് നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അതിന്റെ താളവും ക്രമവും ഒക്കെ സമൃദ്ധിയുള്ള മഴ, ഉപകാരമുള്ള മഴ, ഞങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ മഴ നൽകി അല്ലാഹുവേ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകൾ നീ മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ പൊറുക്കുന്നവനാണ്, നീ എത്ര പരിശുദ്ധനാണ്, നീ എത്രമാത്രം സർവോന്നതനാണ്. നീയാണല്ലോ എല്ലാറ്റിൻ്റെയും നിയന്ത്രകൻ. അല്ലാഹുവേ, നീ ഞങ്ങളോട് പൊറുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാറ്റിലും, ശരീരത്തിലും മനസ്സിലും ഞങ്ങളുടെ സമ്പത്തിലും സംവിധാനങ്ങളിലുമൊക്കെ നിന്റെ അനുഗ്രഹം ചൊരിഞ്ഞ് നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റാഹിമീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ ഫഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ لنكونن من الخاسرين. اللهم ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. اللهم ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا. أنت مولانا فانصرنا يا رب العالمين يا أرحم الراحمين يا غفور الرحيم يا غافر يا غفور يا غفار. اللهم اغفر لنا ذنوبنا يا رب العالمين. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. ربنا لا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله وصلى الله على محمد صلى الله عليه وسلم.